നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ആമയും മുയലും കഥ പോലെയായി ഇപ്പോൾ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് CPM-ഉം ഇടതുമുന്നണിയും മുഖ്യമന്ത്രിയുമെല്ലാം അപാര പെർഫോമൻസ് ആയിരുന്നു. ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിച്ചതും മറ്റനേകം ക്ഷേമപ്രവർത്തികൾ ജനങ്ങൾക്കായി നൽകിയതും CPM-ൻ്റെയും മുഖ്യമന്ത്രിയുടെയും ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിരുന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും അതിനുശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും CPM-ന് മുൻതൂക്കമുണ്ടാകുമെന്നുള്ള കാര്യം UDF പോലും സമ്മതിക്കുന്ന അവസ്ഥയിൽ എത്തിയിരുന്നു. എന്നാൽ പെട്ടെന്നാണ് അന്തരീക്ഷം മാറിയത്. തെളിഞ്ഞു നിന്ന, വെയിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു അന്തരീക്ഷം പെട്ടെന്ന് മഴക്കാർ കൊണ്ട് മൂടിയ പോലെ. ഇപ്പോൾ CPM അക്ഷരാർത്ഥത്തിൽ പരുങ്ങുകയാണ്. ആദ്യത്തെ ഓട്ടത്തിൻ്റെ വേഗത നന്നേ കുറഞ്ഞു. ഓടിത്തുടങ്ങിയിട്ടില്ലാത്ത UDF ആകട്ടെ പതിയെ ഇടതുമുന്നണിക്ക് ഒപ്പം എത്തുകയും ചെയ്തു. ശബരിമല സ്വർണ്ണപ്പാളി വിവാദം CPM-ന് ഉണ്ടാക്കിയ പുകിലാണ് യഥാർത്ഥത്തിൽ പറഞ്ഞു വരുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ക്ഷേമ പെൻഷനുകൾ വർധന, UDF-ലെ തമ്മിലടി, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരെന്ന് തീരുമാനിക്കാനുള്ള പടലപ്പിണക്കങ്ങൾ, പിന്നിൽ കുത്ത്, തൊഴുത്തിൽ കുത്ത്, ഇതുമൂലം UDF നന്നേ വലഞ്ഞിരുന്നു. അതിനു മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരുണ്ടായ ലൈംഗിക ആരോപണങ്ങൾ വലിയ തോതിൽ UDF-നെ പ്രക്ഷുബ്ധാവസ്ഥയിലെത്തിച്ചിരുന്നു, പ്രതിക്കൂട്ടിയിലാക്കിയിരുന്നു, പ്രതിസന്ധിയിലാക്കിയിരുന്നു. അങ്ങനെ ഏറെക്കുറെ വരുന്ന രണ്ട് തെരഞ്ഞെടുപ്പിലും LDF കയറിപ്പോരുമെന്ന ആത്മവിശ്വാസം തുളുമ്പി നിൽക്കുന്ന സമയത്താണ് ഇപ്പോൾ പെട്ടെന്ന് ശബരിമല സ്വർണ്ണപ്പാളി വിവാദം പൊങ്ങി വരുന്നത്. ഹൈക്കോടതി ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുകയും അവരോട് അന്വേഷണം നടത്തി പ്രതികളെ കണ്ടുപിടിക്കാനും അതിൻ്റെ ഉത്തരവാദികളായവരെ കണ്ടുപിടിക്കാനും കൃത്യമായ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് നൽകാനും ഉത്തരവിട്ടതോടെയാണ് കളി മാറിയത്. ആദ്യം വാസുവും പിന്നീട് ഇപ്പോൾ പത്മകുമാറും അറസ്റ്റിലാവുമ്പോൾ CPM-ൻ്റെ വേഗതയെ അത് ബാധിച്ചിരിക്കുകയാണ്. മുന്നോട്ടോടാനുള്ള വേഗതയെ ആരോ പിന്നിൽ നിന്നും പിടിച്ചു വലിക്കുന്നത് പോലെയാണ് ഇപ്പോൾ പാർട്ടിക്ക് അനുഭവപ്പെടുന്നത്. UDF-ന് ചിന്തിക്കാൻ പറ്റാത്ത വേഗതയിലാണ് CPM ഓട്ടം തുടങ്ങിയത്. എന്നാൽ ഫിനിഷിംഗ് പോയിന്റിലേക്ക് അടുക്കാറാകുമ്പോൾ എവിടെയോ കാലിടറി വീഴുന്ന അവസ്ഥയാണ്. എന്നാൽ ആമയെപ്പോലെ പതുങ്ങിയിരുന്ന UDF പതിയെ 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 മുന്നോട്ട് പോയി CPM-ന് ഒപ്പമെത്തിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ആമയും മുയലും കഥ ഇവിടെ അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമാവുകയാണ്. CPM ഓടിത്തുടങ്ങുമ്പോൾ ഓടണമോ എന്ന് UDF ആലോചിച്ചിട്ട് പോലുമില്ലായിരുന്നു. CPM ഓടി പകുതി എത്തിയപ്പോഴാണ് ഓടിക്കളയാമെന്ന് UDF നേതൃത്വം ആഗ്രഹിക്കുന്നത്. CPM ഫിനിഷിംഗ് പോയിന്റോട് അടുക്കാറാകുമ്പോൾ UDF ആകട്ടെ പതിയെ പതിയെ നടന്നു തുടങ്ങിയിരുന്നു. എന്നാൽ പെട്ടെന്ന് ഫിനിഷിംഗ് പോയിന്റിന് ഏതാനും വാര അകലെ വച്ച് CPM-ൻ്റെ കാലിടറി. അതിൽ പ്രധാനം ഈ സ്വർണ്ണപ്പാളി വിവാദം തന്നെയായിരുന്നു. അങ്ങനെ ആ കാലിടറിൽ നിന്ന് അവർക്ക് എഴുന്നേക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ആ മധ്യഭാഗത്തെത്തിയിരുന്ന UDF പതിയെ ഇഴഞ്ഞ് മധ്യത്തിലെത്തിയിരുന്ന UDF പെട്ടെന്നാണ് ഫിനിഷിംഗ് പോയിന്റിൻ്റെ അടുത്തെത്തിയത്. ഇത് CPM-നെ സ്തബ്ധരാക്കി. CPM-നെ എന്ന് വെച്ചാൽ പിണറായി വിജയൻ അടക്കമുള്ളവരെ ഈ UDF-ൻ്റെ ഈ നീക്കം സ്തബ്ധരാക്കി. കാരണം മറ്റൊന്നുമല്ല, തിരുവനന്തപുരത്ത് ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ പെൺകുട്ടിയുടെ വോട്ട് ചേർക്കാതിരുന്നതിനെ തുടർന്ന് ഹൈക്കോടതി ഇടപെടലുണ്ടാവുകയും ആ പെൺകുട്ടിയുടെ വോട്ട് ചേർത്ത് അവരെ സ്ഥാനാർത്ഥിയാകാൻ ഉള്ള യോഗ്യത തന്നെ ഹൈക്കോടതി നൽകുകയും ചെയ്തു. നേരത്തെ അവർ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ അവർക്ക് വോട്ടേഴ്സ് ലിസ്റ്റിൽ വോട്ടില്ല എന്ന് പറഞ്ഞ് അവർ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കേണ്ട അവസ്ഥയിലെത്തിയിരുന്നു. എന്നാൽ ഹൈക്കോടതി പോയപ്പോൾ അത് UDF-നും കോൺഗ്രസിനും അനുകൂലമായ ഒരു വിധി വന്നു. അങ്ങനെ ആ പെൺകുട്ടിയുടെ പേര് വോട്ടർ പട്ടികയിൽ ചേർക്കുന്ന അവസ്ഥയുണ്ടായി. അതും ഈ സ്വർണ്ണപ്പാളി വിവാദത്തിൽ പത്മകുമാറിൻ്റെ അറസ്റ്റും പെട്ടെന്നാണ് CPM-നെയും LDF-നെയും കെട്ടിവരിഞ്ഞത്. അങ്ങനെ അവർ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത, മുന്നോട്ട് പോകണമോ അവിടെ തന്നെ നിൽക്കണമോ അതോ പിന്നോട്ട് തിരിയണമോ ഒന്നും ചിന്തിക്കാനാവാത്ത അവസ്ഥയിലെത്തി. അങ്ങനെ ആമയുടെയും മുയലിൻ്റെയും കഥ പറഞ്ഞ പോലെ മുയൽ ഓടി പകുതി കഴിഞ്ഞപ്പോഴേക്കുമാണ് ആമ ഓട്ടം തുടങ്ങിയെങ്കിലും ഇപ്പോൾ ആമ ഏതാണ്ട് മുയലിൻ്റെ അടുത്ത് തന്നെ എത്തിയിരിക്കുകയാണ്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദവും അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തെ വോട്ട് വെട്ടിനീക്കലുമെല്ലാം CPM-നെ മറുപടി പറയാൻ കഴിയാത്ത തരത്തിൽ ചിന്താക്കുഴപ്പത്തിലാക്കിയിരിക്കുകയാണ്. മറുപടി പറയാൻ കഴിയാത്ത തരത്തിൽ അവരെ വെട്ടിലാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ UDF-ന് അപ്രതീക്ഷിതമായൊരു മേൽക്കൈ ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. അത് എത്ര കണ്ട് വോട്ടായി മാറുമെന്നുള്ള പ്രതീക്ഷ അവർക്ക് പോലും ഇല്ലെങ്കിലും മാധ്യമങ്ങളുമെല്ലാം LDF-നൊപ്പം നിന്നിട്ടും UDF-ന് പെട്ടെന്ന് അവർ പോലെ ചിന്തിക്കാതെ അവരുടെ പ്രയത്നം പോലും ഇല്ലാതെ കിട്ടിയ ഈ മേൽക്കൈ കണ്ട് CPM അത്ഭുതം കൂറി നിൽക്കുകയാണ്.